നമസ്കാരം, വീണ്ടും സിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടിയത് ബസ്മതി റൈസാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ 4 കപ്പ് റൈസാണ് നല്ലോണം വെള്ളത്തിൽ കഴുകി 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 30 മിനിറ്റിന് ശേഷം കണ്ണപ്പയിലോ സ്ട്രെയിനറിലോ വെച്ച് ഊറ്റിയെടുക്കാം. ഇതിന് പകരം നമുക്ക് ജീരകശാല അരി വേണമെങ്കിലും എടുക്കാം, അതിനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ചേർക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ. അപ്പോൾ എല്ലാം നല്ല മസാലയൊക്കെ നന്നായി പിടിച്ചത് റെഡിയാവും. ഇനി നമുക്ക് മസാലയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാനൊരു 8 സവാള കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് റൈസിന് 2 സവാള എന്ന കണക്കിലാണ് ഞാൻ സാധാരണ ചേർക്കാറ്. മീഡിയം തക്കാളി ഒരു 1.5 തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നെടുകെ കീറിയാണ് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചോ പേസ്റ്റാക്കിയോ നമുക്കൊരു 2 ടീസ്പൂൺ വേണം. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയും ചെറുതായി നുറുക്കി. ഇനി നമുക്ക് തുടങ്ങിയാലോ. ഇപ്പം നമുക്ക് പാൻ വെച്ചിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, സൺഫ്ലവർ. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നല്ല മണം തരും നമ്മുടെ ബിരിയാണിക്ക്. ഇനി ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ഞാൻ ഇതിനകത്ത് ഇടുവാണ്. ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കണം. വെള്ളം ഞാൻ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഇനി ഈ വെള്ളം കിടന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ അരി ഇടണം. നമ്മുടെ അരി ഇട്ട് കൊടുത്താലോ. അരി നല്ലോണം തിളച്ചിങ്ങി വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് സിമ്മിൽ വേവിച്ചെടുക്കണം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കി എടുക്കണം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്, നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് ചൂടായ ശേഷം നമ്മൾ റൈസിനിട്ടതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതിലേക്ക് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ സവാള ഇട്ടൊന്ന് വഴറ്റിയ ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതോ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണ് നമുക്ക് ചേർത്താലും മതി. എന്നിട്ട് നമ്മൾ പച്ചമുളക് നെടുകെ കീറിയ 2 എണ്ണം അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ ചിക്കൻ ബിരിയാണി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ല ബ്രാൻഡ് ചിക്കൻ ബിരിയാണി മസാല നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ വഴറ്റിയെടുത്തിരിക്കുന്ന ഈ മസാലയിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി അടച്ചു വെച്ച് വേവിക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡിയാണ്, റൈസും റെഡിയാണ്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ റൈസ് ഒന്ന് നിരത്തി ഒരു ലെയർ ഇട്ട് കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്യുവാണിത്. അതിൻ്റെ മേളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഇതിൻ്റെ മേളിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കാം.
ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സവാള, കാഷ്യൂനട്ട്, കിസ്മിസ് ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മേളിൽ തൂവി കൊടുക്കാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. മല്ലിയിലയും അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഈ മസാല മൊത്തം നമ്മളിപ്പം ഒരുമാതിരി നിരത്തി കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മേളിലേക്ക് നിരത്തി കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ എത്ര അളവ് ചോറും ഈ മസാലയും ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ലെയറാക്കി എടുക്കാം. ഇനി ഞാനൊരു ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ മേളിൽ ഒഴിക്കാൻ പോവാണ്. ഇത് നമുക്കൊരു പ്രത്യേക കളർ നമ്മുടെ റൈസിന് തരും. ഇത് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലും ഉപയോഗിക്കാം. പാൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കുറേ നേരം ബിരിയാണി വെളിയിലിരിക്കുമ്പോഴത്തേക്ക് ഇത് കേടാവുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം അതിന് പകരം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണം. എന്നിട്ട് നമുക്കിത് ഒരു സ്റ്റൗവിൻ്റെ മേളിൽ ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് സിമ്മിൽ ഇതിനെ ഒരു 5 to 10 minutes ഒന്ന് വേഗം വയ്ക്കാം. സിം തീയിലേ വെക്കാവുള്ളൂ. നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡിയാണ്. നമുക്കിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. നമ്മുടെ പാത്രത്തിൽ എങ്ങനെ വിളമ്പുന്നു എന്നതും അതൊരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ കാണാൻ. കഴിക്കുന്ന ആൾക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. നമ്മളൊരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള റൈസ് അതിനകത്തേക്ക് എടുത്തു വെക്കുക. അപ്പോൾ ഈ റൈസ് ഇടുമ്പോൾ അതിനകത്ത് 1-2 പീസ് ചിക്കനും കൂടെ നമ്മൾ വെക്കണം. ഇത് വെച്ച് നല്ലോണം അമ്മക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ബൗള് കണ്ടോ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങി അതും കൂടെ ഇതിനകത്ത് വെക്കാം. ഇനി ഇത് നമ്മൾ പ്ലേറ്റ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കമത്തി വെച്ച ശേഷം ഇതിനെ തിരിച്ച് കമത്തുക. ഇപ്പം നമുക്ക് ഒരു ബൗളിൻ്റെ ഷേപ്പിൽ നമുക്ക് നമ്മുടെ റൈസ് റെഡിയായി കിട്ടും. ഇപ്പം നോക്കൂ, എത്ര ഭംഗിയുണ്ട് അല്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട്, കിസ്മിസ് അതൊക്കെ വറുത്ത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്കിതിനെ മനോഹരമാക്കാം. ഇനി നമുക്ക് നല്ല രുചിയുള്ള ഒരു നാരങ്ങ അച്ചാറോ അല്ലെങ്കിൽ ഡേറ്റ്സ് അച്ചാറ്, തൈര് സാലഡ് ഇവ കൂട്ടി ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മളുടെ വീട്ടിലുള്ളവർക്ക് രുചികരവും മനോഹരവും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം രുചികരമായ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മറ്റൊരു പാചകക്കുറിപ്പുമായി നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരാം. ടേക്ക് കെയർ. ബൈ ബൈ.